നമസ്കാരം ഗഡീസ്. എന്തുട്ടാ വിശേഷങ്ങൾ? നമ്മൾ മലയാളികൾ ഭയങ്കര കഠിനാധ്വാനികളാണല്ലേ? പക്ഷെ ആ പണിയെടുക്കുന്നതിനനുസരിച്ചുള്ള സാമ്പത്തിക വളർച്ച ശരിക്കും നമുക്കുണ്ടാവാറുണ്ടോ? ചോദിച്ചാൽ പലപ്പോഴും അല്ല എന്നായിരിക്കും ഉത്തരം. അവിടെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന കാര്യത്തിന്റെ പ്രസക്തി. ഇതൊരു വെറും മോട്ടിവേഷൻ ക്ലാസ് അല്ല കേട്ടോ. കൃത്യമായ ശാസ്ത്രത്തിന്റെയും കണക്കുകളുടെയും അടിസ്ഥാനത്തിൽ എങ്ങനെ നമുക്ക് സ്വന്തമായി ഒരു യഥാർത്ഥ സാമ്രാജ്യം, അതായത് ഒരു റിയൽ വെൽത്ത് എംപയർ കെട്ടിപ്പടുക്കാം എന്നതിന്റെ ഒരു പക്ക ലോജിക്കൽ ബ്ലൂപ്രിന്റാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദിസ്. പുതിയൊരു കാര്യം കേൾക്കുമ്പോൾ സംശയങ്ങൾ വരുന്നത് വളരെ സ്വാഭാവികമാണ്. അതുകൊണ്ട് നമ്മൾ വളരെ സുതാര്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പോകുന്നത്. ഈ 6 കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. ആ 40 വർഷത്തെ ട്രാപ്പ്, എന്താണ് റീറ്റെയിൽ ഫസ്റ്റ് സയൻസ്, നിങ്ങളുടെ പേഴ്സണൽ ബിസിനസ്, പിന്നെ ഗ്ലോബൽ കരിയർ, പ്രസിഡന്റ് വിഷൻ, ഒടുവിൽ നിങ്ങളുടെ ചോയ്സ്, അതായത് സയൻസിൽ തുടങ്ങി എക്കണോമിക്സിലേക്ക് പോകുന്ന വളരെ ക്ലിയറായ ഒരു റോഡ് മാപ്പ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെക്ഷനിലേക്ക് കടക്കാം. ദി 40-year ട്രാപ്പ്, അതായത് നമ്മളെ കൊടുക്കുന്ന ആ വല. നോക്കൂ, നമ്മളെല്ലാവരും ചെറുപ്പം മുതൽ കണ്ടും കേട്ടും വളർന്നൊരു പാറ്റേൺ ഉണ്ട്. നന്നായി പഠിക്കുക, നല്ലൊരു ജോലി വാങ്ങുക, എന്നിട്ട് മറ്റൊരാൾക്ക് വേണ്ടി 40 വർഷം പണിയെടുത്ത് അങ്ങ് റിട്ടയർ ചെയ്യുക. ഇത്രയും കാലം നമ്മളിത് വളരെ നോർമലാണെന്നാണ് കരുതിയത്. പക്ഷെ ഇതൊന്ന് ചോദ്യം ചെയ്യാൻ സമയമായില്ലേ? നമ്മൾക്കെല്ലാവർക്കും വണ്ടികളുണ്ട്, ശരിയല്ലേ? ഒരു 5000 കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് വണ്ടി സർവീസ് ചെയ്യാൻ കൊടുക്കും, ഓയിൽ മാറ്റും, പക്കാ ആക്കും. കാരണം വഴിയിൽ കിടക്കാൻ പാടില്ലല്ലോ. പക്ഷേ സ്വന്തം ശരീരത്തിന്റെ കാര്യം വരുമ്പോഴോ, ഒരു ഹോസ്പിറ്റൽ ബെഡിലെത്തുന്നതുവരെ നമ്മൾ അതിനെ തിരിഞ്ഞുപോലും നോക്കില്ല. എന്തുകൊണ്ടാണ് അസുഖം വരുന്നതിനു മുൻപ് അത് തടയാൻ നമ്മൾ ഒട്ടും പ്രാധാന്യം നൽകാത്തത്? വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത്. ഇവിടെ കാണുന്ന വ്യത്യാസം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇഷ്ടമില്ലാത്തൊരു ബോസിനു വേണ്ടി തീരെ താൽപ്പര്യമില്ലാത്തൊരു ജോലി 40 വർഷം ചെയ്ത് മറ്റൊരാളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്നു. അവസാനം എന്താ ബാക്കി? വെറും ക്ഷീണം മാത്രം. അതിനു പകരം സ്വന്തമായൊരു ലെഗസി ഉണ്ടാക്കാൻ, നിങ്ങളുടെ സ്വന്തം സാമ്രാജ്യം പണിയാൻ ആ ഊർജവും സമയവും മാറ്റിവെച്ചാൽ എന്തായിരിക്കും റിസൾട്ട്? അതല്ലേ ശരിക്കുമുള്ള ചോയ്സ്? ഇനി സെക്ഷൻ 2, ദ റീറ്റെയിൽ ഫസ്റ്റ് സയൻസ്. ഇതിന്റെ അടിസ്ഥാന ശാസ്ത്രം എന്താണെന്ന് നോക്കാം. ഇമോഷൻസിൽ നിന്ന് മാറി നമുക്ക് കുറച്ച് ലോജിക് സംസാരിക്കാം. ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനമെന്ന് പറയുന്നത് ശാസ്ത്രമാണ്. കൃത്യമായി പറഞ്ഞാൽ ടെസ്റ്റ് അടിസ്ഥാനമാക്കിയുള്ള പോഷകാഹാരം, ഓർ ടെസ്റ്റ് ബേസ്ഡ് ന്യൂട്രീഷൻ. ഇവിടെയാണ് നിങ്ങളൊരു സയന്റിഫിക് വാക്ക് മനസ്സിലാക്കേണ്ടത്: സെല്ലുലാർ ഇൻഫ്ലമേഷൻ. എന്താണിതെന്നോ? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ, അതായത് കോശങ്ങളിലുണ്ടാകുന്ന നീർക്കെട്ട്. നമ്മുടെയൊക്കെ ഭക്ഷണരീതി കാരണം ശരീരത്തിൽ ഒമേഗ-6ഉം ഒമേഗ-3യും തമ്മിലുള്ള അനുപാതം തെറ്റുമ്പോൾ നമ്മുടെ ശരീരം ഉള്ളിൽ നിന്ന് മെല്ലെ തുരുമ്പെടുക്കാൻ തുടങ്ങുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത്. പല വിധത്തിലുള്ള സന്ധിവേദനകൾക്കും എപ്പോഴും തോന്നുന്ന ക്ഷീണത്തിനുമൊക്കെ പ്രധാന കാരണം ഈ ഉള്ളിലെ തുരുമ്പെടുക്കലാണ്. സിൻസിനോ കൃത്യമായി പരിഹരിക്കുന്നത് ഈയൊരു കോർ ഹെൽത്ത് പ്രോബ്ലമാണ്. ഇവിടെ കാണുന്ന ഈ ഡാഷ്ബോർഡ് നോക്കൂ. ഇതൊരു സാധാരണ ആപ്പൊന്നുമല്ല കേട്ടോ, നമ്മുടെ ശരീരത്തിന്റെ ഡാഷ്ബോർഡാണ്. സിൻസിനോയുടെ ഏറ്റവും വലിയ മന്ത്രം തന്നെ ഇതാണ്: ഡോണ്ട് ഗെസ്, ജസ്റ്റ് ടെസ്റ്റ്. നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് വെറുതെ ഇരുന്ന് ഊഹിക്കരുത്, ടെസ്റ്റ് ചെയ്യുക. വെറുമൊരു തുള്ളി ചോര മതി നിങ്ങളുടെ ശരീരത്തിൽ ആ നിമിഷം എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായി അറിയാൻ. ഈ ഒരു ബാലൻസ് ടെസ്റ്റാണ് ശരിക്കും ഇവിടത്തെ മുഴുവൻ ഗെയിമും മാറ്റുന്നത്. അപ്പൊ നമുക്ക് സെക്ഷൻ 3ലേക്ക് വരാം. പാത്വേ 1, ദ പേഴ്സണൽ ബിസിനസ്. നിങ്ങളുടെ ആദ്യത്തെ വരുമാനം വരുന്നത് ഇവിടെ നിന്നാണ്. ഇത്രയും കൃത്യമായൊരു സയൻസ് എങ്ങനെയൊരു കമേഴ്ഷ്യൽ അവസരമായി മാറുന്നു? ഇതിന്റെ കണക്കുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു പക്ക ലോജിക്കൽ ബിസിനസ്സാണ്. ഇതിലെ ഏറ്റവും നിർണായകമായ പോയിന്റ് എന്താണെന്നറിയുമോ? സബ്സ്ക്രിപ്ഷനിലുള്ള ഒരു 100 കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ആരോടും പോയി ചോദിക്കാതെ തന്നെ എല്ലാ മാസവും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ശമ്പളമാണ്. ഇതിനെയാണ് നമ്മൾ റിക്കറിംഗ് റവന്യൂ എന്ന് വിളിക്കുന്നത്. ഇതൊരു റെസ്റ്റോറൻറ്റിലെ വെയിറ്ററുടെ ജോലി പോലെയാണ് ഗൈസ്. നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് മെനു കൊടുക്കുന്നു, തീരുമാനിക്കുന്നത് കസ്റ്റമറാണ്. അവർക്ക് പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് അവരത് വീണ്ടും വാങ്ങുമ്പോഴെല്ലാം നിങ്ങൾക്ക് വരുമാനം ഇങ്ങനെ ലഭിച്ചുകൊണ്ടേയിരിക്കും. ഈ വരുമാനത്തിന്റെ പൈപ്പ് ലൈൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഇവിടെ കാണാം. മിഷൻ ടോപ്പ് ടീം 200. നമ്മൾ 50-ൽ തുടങ്ങി 100ആയി, അവിടെ നിന്ന് 200 കസ്റ്റമർ പോയിന്റിലേക്ക് വളരുന്നു. ഈ 200 പോയിന്റ്സ് എന്ന് പറയുന്നത് വളരെ വിശ്വസനീയമായ ഒരു പൈപ്പ് ലൈൻ ആണ് കേട്ടോ. നിങ്ങളുടെ ഓരോ കസ്റ്റമറും അവരുടെ ഹെൽത്ത് പ്രോട്ടോകോൾ റീഫിൽ ചെയ്യുമ്പോഴും ഇത് നിങ്ങൾക്ക് പണം നൽകിക്കൊണ്ടിരിക്കും. ആൻഡ് ഹിയർ ഇസ് ദി നമ്പർ: 3.42 ലക്ഷം രൂപ. അതായത് മിഷൻ ടോപ്പ് ടീം 200 എന്ന ലക്ഷ്യത്തിലെത്തുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ആവർത്തിച്ചുള്ള മാസവരുമാനം ഇതാണ്.
ഇതൊരു ലോട്ടറി അടിച്ചതൊന്നുമല്ല, കൃത്യമായ അധ്വാനത്തിന്റെ കൃത്യമായ ബിസിനസ് കണക്കാണ്. എല്ലാ മാസവും ഈ ഒരു തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നതൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ലൈഫ് എങ്ങനെ മാറും അല്ലേ? ഇനി സെക്ഷൻ 4, പാത്വേ ടു ദി ഗ്ലോബൽ കരിയർ. എങ്ങനെയൊരു ടീം കെട്ടിപ്പടുക്കാം എന്ന് നോക്കാം. ഇതുവരെ നമ്മൾ സംസാരിച്ചത് വ്യക്തിപരമായ അധ്വാനത്തെക്കുറിച്ചാണ്, അതായത് നിങ്ങളും നിങ്ങളുടെ കസ്റ്റമേഴ്സും. എന്നാൽ ഇതിൽ നിന്നു മാറി ഒരു ടീം സ്കെയിലിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. കാരണം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് വലിയ പവറാണല്ലോ ഒരു ടീം ആവുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇതൊരു വലിയ ഗ്ലോബൽ നെറ്റ്വർക്ക് ഉണ്ടാക്കാനുള്ള വഴിയാണ്. ഇതിൽ നിങ്ങൾക്ക് കടന്നുപോകാൻ കൃത്യമായ റാങ്ക് അപ്പുകൾ ഉണ്ട്. സിൽവർ, പിന്നെ ഗോൾഡ്, അതിനുശേഷം ഡയമണ്ട് ആൻഡ് ഫൈനലി ദി അൾട്ടിമേറ്റ് ഗോൾ, പ്രസിഡന്റ്. ഓരോ പടി കയറുമ്പോഴും നിങ്ങളുടെ ഈ ബിസിനസ് സാമ്രാജ്യം ലോകമെമ്പാടും വലുതാകുകയാണ്. ഈ കരിയർ ബ്ലോക്കുകൾ എങ്ങനെയാണ് അൺലോക്ക് ചെയ്യുന്നത് എന്ന് നോക്കൂ. പുതിയ പാർട്ട്ണർമാരെ ഈ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നതിലൂടെയും അവർ കൃത്യമായി ഈ സിസ്റ്റം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതിലൂടെയുമാണ് ഇത് സാധ്യമാകുന്നത്. ബിൽഡ് എ കരിയർ ബൈ ബിൽഡിംഗ് ടീംസ്. മറ്റുള്ളവരെ വളർത്തിക്കൊണ്ട് നമ്മളും വളരുക. ഇതിനേക്കാൾ മനോഹരമായൊരു കരിയർ വേറെ ഏതുണ്ട് പറയൂ? അടുത്തത് സെക്ഷൻ 5, ദ പ്രസിഡന്റ്സ് വിഷൻ, തലമുറകൾക്കുള്ള സമ്പത്ത്. നമ്മൾ ശരിക്കും ഒരു ബിഗ് പിക്ചറിലേക്ക് വരികയാണ്. വെറുമൊരു മാസവരുമാനം എന്നതിലുപരി നിങ്ങൾക്ക് ശേഷം വരുന്ന തലമുറകൾക്ക് കൂടി കൈമാറാൻ കഴിയുന്ന ഒരു വലിയ സമ്പത്ത്, അതായത് ജനറേഷണൽ വെൽത്ത് എങ്ങനെ ഉണ്ടാക്കാം, അതാണ് ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ. നിങ്ങൾ കഷ്ടപ്പെട്ട് ആ പ്രസിഡന്റ് എന്ന റാങ്കിലെത്തുമ്പോൾ നിങ്ങൾക്ക് വെറും കമ്മീഷൻ മാത്രമല്ല ലഭിക്കുന്നത്, കമ്പനിയുടെ ഗ്ലോബൽ പ്രോഫിറ്റിന്റെ അഥവാ ആഗോള ലാഭത്തിന്റെ ഒരു പങ്കാണ് നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങുന്നത്. അതായത് നിങ്ങൾ സിൻസുനോയുടെ ഒരു ഷെയർ ഹോൾഡറായി മാറുന്നു. അതാണ് ശരിക്കുമുള്ള സാമ്പത്തിക സ്വാതന്ത്ര്യമെന്ന് പറയുന്നത്. എന്നാൽ ഈ ബിസിനസ്സിൽ വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് നിർബന്ധമായും 3 കാര്യങ്ങൾ വേണം. 1, ഗ്രോത്ത് മൈൻഡ്സെറ്റ്. ഇത് പാരമ്പര്യമായി കിട്ടുന്നതൊന്നുമല്ല. പണക്കാരന്റെ മക്കൾക്ക് മാത്രമല്ല. നിങ്ങൾ ആരുടെ കൂടെ നിൽക്കുന്നുവോ അവരിൽ നിന്ന് ഓസ്മോസിസ് വഴി ഇത് നിങ്ങളിലേക്ക് വരും. സിമ്പിളാണ്. ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുടെ കൂടെ നിൽക്കില്ലേ? അതുപോലെ പണക്കാരനാകണമെങ്കിൽ പണക്കാരുടെ കൂടെ നിൽക്കുക. 2, പോസിറ്റീവ് എൻവയോൺമെന്റ്. നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ തലച്ചോറിനെ തന്നെ നശിപ്പിക്കും. ടീം FFG ബ്ലിറ്റ്സ് കമാൻഡും സിൻസുനോയും നൽകുന്ന ആ പോസിറ്റീവ് അന്തരീക്ഷം നിങ്ങളുടെ ബ്രെയിൻ കെമിസ്ട്രി തന്നെ മാറ്റും. പിന്നെ 3, മെന്റർഷിപ്പ്. എല്ലാം സ്വയം പരീക്ഷിച്ച് സമയം കളയാതെ ഈ വഴിയിലൂടെ നടന്ന് വിജയിച്ച ഒരാളുടെ കൈപിടിച്ച് മുന്നോട്ട് നടക്കുക. ഇതാണ് സക്സസ് മന്ത്രം. ഒടുവിലായി സെക്ഷൻ 6, ദി സൈക്കോളജിക്കൽ ക്ലോസർ, ഒരു റിയാലിറ്റി ചെക്ക്. നമ്മൾ പുതിയൊരു കാര്യം തുടങ്ങാൻ പോകുമ്പോൾ ചുറ്റും നിന്ന് പലരും പലതും പറയും. സംശയങ്ങൾ ചോദിക്കുന്നവരും നെഗറ്റീവ് പറയുന്നവരുമൊക്കെ കാണും. അവർക്കൊരു കൃത്യമായ റിയാലിറ്റി ചെക്ക് കൊടുക്കേണ്ട സമയമാണിത്. വെറുതെ കവലയിലിരുന്നുള്ള ആ സോഷ്യൽ ടോക്കും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും കേട്ടാൽ നിങ്ങളുടെ പോക്കറ്റിൽ കാശ് വരില്ലങ്കടീസ്. അതൊക്കെ വെറും എംപ്റ്റി വേർഡ്സ് ആണ്. യഥാർത്ഥ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തുന്നത് കൊമേഴ്ഷ്യൽ ടോക്ക് കൊണ്ടാണ്. ലോജിക്കലായി പ്രവർത്തിക്കുക, കൃത്യമായ ആക്ഷൻ എടുക്കുക, ലാഭമുണ്ടാക്കുക. ഈ 2 സംസാരങ്ങളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നവരാണ് ലൈഫിൽ ശരിക്കും വിജയിക്കുന്നത്. നിങ്ങളുടെ ഈ കഠിനാധ്വാനത്തിന് അവസാനം ലഭിക്കാൻ പോകുന്ന ഒരു അൾട്ടിമേറ്റ് റിവാർഡുണ്ട്. ക്വാളിഫൈ ഫോർ ദ എക്സ്ക്ലൂസീവ് ടെനറിഫ് സ്പെയിൻ ഇൻസെന്റീവ് ട്രിപ്പ്. നിങ്ങളുടെ കൂടെയുള്ളവരെയും വിജയിപ്പിച്ച് അവരോടൊപ്പം സ്പെയിനിലെ കാനറി ഐലൻഡ്സിലേക്കൊരു യാത്ര. ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്ര കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും അത്. നിങ്ങളുടെ എംപയർ ബിൽഡ് ചെയ്തതിന്റെ ശരിക്കുമുള്ള സെലിബ്രേഷൻ. അപ്പൊ ഗഡീസ്, നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനി തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. സ്റ്റോപ്പ് ബിൽഡിംഗ് സമ്മൺ എൽസസ് ഡ്രീം. വേറൊരാളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി പണിയെടുക്കുന്നത് നിർത്തിയിട്ട് സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ തുടങ്ങാം. ലെറ്റ്സ് ബിൽഡ് യോർ എംപയർ. നിങ്ങളുടെ ആരോഗ്യത്തിന്റെയും സമ്പത്തിന്റെയും കാര്യത്തിൽ ഇനി വെറുതെ ഇരുന്ന് ഊഹിക്കാൻ നിൽക്കരുത്. കൃത്യമായ ശാസ്ത്രത്തെ വിശ്വസിക്കുക. ഡോണ്ട് ഗെസ്, ജസ്റ്റ് ടെസ്റ്റ്. ജീവിതകാലം മുഴുവൻ വെറുതെ ഊഹിച്ച് ജീവിക്കാനാണോ, അതോ ടെസ്റ്റ് ചെയ്ത് സ്വന്തമായൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാനാണോ നിങ്ങളുടെ തീരുമാനം?